അപ്പോൾ വാ നമുക്ക് ഇന്ന് കുറച്ച് ഹോം മെയ്ഡ് ആയിട്ടുള്ള സ്റ്റെൻസിൽസ് യൂസ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് പെൻ ഡിസൈൻസ് ചെയ്താലോ. മേ ബി കഴിഞ്ഞ വീഡിയോയിലുള്ള കുറേ കമൻറ്റുകൾ കണ്ടുകൊണ്ടാവും ഞാൻ ഇത്രയും തിടുക്കപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ വരെ ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ ആകെ 4 കമൻറ്റേ വായിച്ചിട്ടുള്ളൂ. അതോടെ എനിക്ക് ഉറപ്പായി ഇനി മൊത്തം ഈ കമൻറ്റ് വരാൻ പോകണമെന്ന്. അതുകൊണ്ട് നാനോ ടൈപ്പ് ബ്ലോക്ക് പെൻസ് ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ് വീഡിയോസ് ഞാൻ ഇടുമ്പോൾ അതിൻ്റെ കമൻറ്റ് ചെയ്യാൻ അങ്ങനെ നോക്കാറേ ഇല്ല. എനിക്ക് ഉറപ്പാണ് എന്നെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവുന്നു. അയ്യോ കുറ്റല്ലട്ടാ, പണ്ടൊരു നാനോ ടൈപ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ തൊഴിലില്ലായ്മ വർദ്ധിച്ചു എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു കേരളത്തിലെ. അതോടെ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. അയ്യോ കഥ പറഞ്ഞ് നമ്മളെ സ്റ്റെൻസിൽസിൻ്റെ കഥ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ പുല്ലിൻ്റെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ പുല്ലിൻ്റെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഇല ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മഷ്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഒരു ഡിസൈൻ ചെയ്ത് ആ കാണുന്ന ഡിസൈനാണ് ഇത്. അത് കൊളായിന്ന് കണ്ടതും ഞാൻ അവിടെ ഒരു വീട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹോം മെയ്ഡ് സ്റ്റെൻസിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടും വെച്ചിട്ടുണ്ട് കേട്ടോ. ജനലും വാതിലും പിന്നെ എന്താ അറിയില്ല ഒരു ഓട്ടയും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ അതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റെൻസിൽസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാട്ടെ, ഞാൻ സ്റ്റെൻസിൽസ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതും കൂടി അടുത്ത വീഡിയോയിൽ ഇടാം. ഇതിൻ്റെ അവസാനത്തെ സ്റ്റെൻസിൽസ് ആണ്. ഇതിൽ ഞാൻ വെറൈറ്റി ഓഫ് കളേഴ്സ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആകെ 5-6 കളറൊക്കെ കിട്ടുന്നുള്ളൂ കേട്ടോ നമ്മളിത് വാങ്ങുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെറൈറ്റി ഓഫ് കളേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ കുറവായിരുന്നു. പക്ഷെ നമുക്കൊരു വൈറ്റ് പാൻ അവർ എക്സ്ട്രാ തരുന്നുണ്ട്. അത് നമ്മൾ റെഡുമ്പോൾ കൊടുത്തപ്പോൾ ഓറഞ്ച് ആയി കിട്ടി. പിന്നെ കളറിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാ കളറും ആയല്ലോ. നമുക്കൊരു മിനി ബുക്ക് മാർക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.